ക്രിസ്മസിന് തൊട്ടു മുൻപുള്ള VHP ആക്രമണത്തിൽ പ്രതിരോധത്തിലായ BJP മറുതന്ത്രം മെനയുന്നു. തത്തമംഗലത്ത് പുൽക്കൂട് തകർത്തതിൽ BJP സമരത്തിലേക്ക്. ക്രിസ്മസ് നയതന്ത്രത്തിന് മങ്ങലേറ്റതോടെയാണ് പ്രത്യക്ഷ സമര പ്രഖ്യാപനം BJP നടത്തിയിരിക്കുന്നത്. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, ഈ പ്രതികളായവർക്കെതിരെ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപണം. ഏത് തരത്തിലുള്ള പ്രതിഷേധവും വിശദീകരണവുമാണ് BJP ലക്ഷ്യമിടുന്നത്? അതായത് സ്വാഭാവികമായും ഈ പുൽക്കൂട് തകർത്ത വിഷയവുമായി ബന്ധപ്പെട്ട് BJPയും VHPയോടൊപ്പം തന്നെ ഒരു പ്രതിസന്ധിയിലായ ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലാണ് ഒരു മറുതന്ത്രം എന്നുള്ള നിലയിൽ ഒരു പ്രതിഷേധം നടത്തി ഈ ഒരു വിഷയത്തിൽ തങ്ങളും ഇതിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ പുൽക്കൂട് തകർത്തവർക്കെതിരാണ് എന്നുള്ളൊരു സന്ദേശം നൽകുന്നതിന് വേണ്ടി വൈകിട്ട് 6 മണിക്ക് തത്തമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്നു. തത്തമംഗലത്താണ് പ്രതിഷേധം. ചിറ്റൂർ BJP നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 6 മണിക്ക് പ്രതിഷേധം നടത്തുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി കൂടിയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു വശത്ത് ക്രിസ്ത്യ വിഭാഗത്തിന്റെ വിശ്വാസ്യത നേടിയെടുക്കാൻ അല്ലെങ്കിൽ അവരോട് കൂടുതലായി അടുക്കുന്നു എന്ന് കാണിക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. അത് BJP കൂടി അതിൽ ആരോപണത്തിന് വിധേയരാകുന്നു. ഈ സാഹചര്യത്തിലാണ് തങ്ങളും ഇതിൽ ഇരകൾക്കൊപ്പമാണ്, അല്ലെങ്കിൽ പുൽക്കൂട് തകർത്ത സംഭവത്തിൽ ഞങ്ങളും അതിൽ സ്കൂളിനൊപ്പമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം 6 മണിക്ക് BJPയുടെ ഭാഗത്തുനിന്ന് ഒരു മറുതന്ത്രം എന്നുള്ള നിലയിലേക്ക് വരുന്നത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ പുൽക്കൂട് തകർത്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ്. സ്കൂളിലെ PTA ഭാരവാഹികളോടും അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധം ആർക്കെതിരെയാണ് ഗോകുൽ? സ്വാഭാവികമായും പ്രതിഷേധം നടത്തുമ്പോൾ ഇന്ന ആളുകളാണത് ചെയ്തത് എന്നൊരു ബോധ്യം വേണമല്ലോ. ആർക്കെതിരെയാണ്? VHPക്കെതിരെയാണോ പ്രതിഷേധം? അതായത് ഇതിൽ ആരാണോ പുൽക്കൂട് തകർത്തത് ആ സംഭവത്തിൽ തകർത്ത ആളുകളെ കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചിറ്റൂർ പോലീസ് ഇതിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു നടപടി സ്വീകരിക്കണം. DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം വരുന്നുണ്ട്. ഈ അന്വേഷണ സംഘം ഉടൻ പ്രതികളെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. ഈ തകർത്ത വിഷയത്തിൽ അത് ഈ അന്വേഷണത്തിൽ എവിടെയും അല്ലെങ്കിൽ ഇതുവരെയും ഈ ഘട്ടത്തിൽ അത് VHPയുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഏതെങ്കിലും തെളിവുകളോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഈ തകർത്ത സംഭവത്തിൽ എത്തിയിട്ടില്ല. മറിച്ച് മുൻപ് ഈ നല്ലേപ്പള്ളിയിലുണ്ടായ VHP പ്രവർത്തകർ വന്ന് അലങ്കോലമാക്കിയ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ആ ഒരു സംഭവത്തിലെ പ്രതികളെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണമെന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. അതിനുശേഷമേ ഇതിലേതെങ്കിലും തരത്തിൽ VHPക്ക് ഈ ഒരു പുൽക്കൂട് തകർത്ത സംഭവത്തിൽ പങ്കുണ്ടോ അതോ ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധർ, നിലവിൽ ഈ കേസിൽ FIRൽ പറയുന്നത് സാമൂഹ്യ വിരുദ്ധർ തകർത്തു എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് ആ സാമൂഹ്യ വിരുദ്ധർ അത് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJPയുടെ പ്രതിഷേധം നടത്തുന്നത്.